നമസ്കാരം, ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോ ഇപ്പൊ പൊരിഞ്ഞടി നടക്കുന്നുണ്ട്. ഈ പറയുന്ന നെവിൻ, നമ്മുടെ ഷാനവാസ്, ഇവർ തമ്മിലുള്ള പൊരിഞ്ഞടി നടക്കുന്നുണ്ട്. ഷാനവാസ് എടുത്തൊടുക്കുന്നുണ്ട് നെവിന് മറുപടി ഇല്ലാതെ നെവിൻ എന്തോക്കെ കിടന്ന് പറയുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല. അതായത് ഇത് പറയണമെങ്കിൽ കുറച്ച് മുന്നിലോട്ട് പോകണം. അതായത് നമ്മുടെ ബിഗ് ബോസ് എന്ന ഒരു നല്ലൊരു പണി കൊടുത്തു. നിങ്ങളെ 3 പേര്, അതായത് അക്ബർ, ആര്യൻ, നെവിൻ, ഈ 3 പേരാണ് അവിടെ ഏറ്റവും വലിയ ഗുണ്ടാ തലവന്മാർ. ഇവന്മാർ 3 പേരും കൂടി ചേർന്നുകൊണ്ടാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് 3 പേരും ക്യാപ്റ്റൻ ആയിക്കോ എന്ന് പറഞ്ഞവർ ഒന്ന് കയറി തുള്ളിച്ചാടി കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞെന്താണ്, ക്യാപ്റ്റൻസിക്ക് ശരി തന്നെയാണ്, പക്ഷെ നോമിനേഷൻ ഫ്രീ ഇല്ല. അപ്പോഴത്തേക്ക് വന്നിരുന്നു. പക്ഷെ എന്തായാലും ആ ഒരു സങ്കടം മാറ്റണമല്ലോ, ആ ഒരു ജാളിയത്, ആ ഒരു ചമ്മിപ്പോയത് മാറ്റണമല്ലോ. അതുകൊണ്ട് തന്നെ ടീം തിരഞ്ഞെടുക്കാൻ വേണ്ടി പോയി. അപ്പൊ 3 വളരെ ബുദ്ധിയോടെ കൂടി നമ്മൾ 3 പേരുമാണ് കിച്ചൺ ക്യാപ്റ്റന്മാർ എന്നിട്ട് കൈയടിച്ച് വലിയ ഞാൻ കുക്ക് ചെയ്യും, ഞാനാണ് കിച്ചൺ ക്യാപ്റ്റൻ. നമ്മുടെ വയറൻ നെവിൻ പറയണേ, ഞാനാണ് കിച്ചൺ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞു. സംഭവം ഉദ്ദേശം പറയുന്നത്, അതായത് വാരി തിന്നാന്ന് കരുതി കിച്ചണിൽ ആരെയും കയറ്റരുത്. നമുക്ക് അവിടെ ചെന്ന് നമുക്ക് കുക്ക് ചെയ്യുക, നമുക്ക് തിന്നുക, അവിടെ ഇരിക്കുന്ന എല്ലാം തിന്നു തീർക്കാം. മനസ്സിലായി? അവർക്ക് തോന്നും പോലെ കൊടുത്താൽ മതി എന്നായിരുന്നു ഇവരുടെ ചിന്ത. ആ ചിന്തയിലാണ് ഈ ലോക മണ്ടന്മാര് എന്ത് ചെയ്ത് കിച്ചൺ ടീമിലേക്ക് പോയത്. കാരണം ഏറ്റവും കൂടുതൽ പണിയുള്ളത് കിച്ചൺ ടീമിനാണ്. ഇവരുടെ ഉദ്ദേശം വാരി തിന്നാമെന്നുള്ളതാണ്. പക്ഷെ പണിയും കൂടി അതിന്റെ ഇടയിൽ കൂടി ചെയ്യണമെന്നുള്ളത് ഇവരും കൊണ്ട് മനസ്സിലാക്കുന്നത്. അതായത് മറ്റുള്ളവർ ഉണ്ടാക്കി വെക്കുന്നത് കിച്ചണിൽ വന്ന് ഒളിച്ചു വെച്ച് തിന്നാൻ നല്ല രസമുണ്ട്. അതുപോലെ നമുക്ക് ആരെയും പേടിക്കണ്ടല്ലോ. നമുക്ക് ചെല്ലുക തിന്നണമെങ്കിൽ അവിടെ ഉണ്ടാക്കണം. അവിടെ പോയി തിന്നണമെങ്കിൽ ആദ്യം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചില്ല. അവിടെയാണ് പണി കിട്ടിയത്. 8ന്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 16ന്റെ പണിയെന്ന് പറയാം. ആ രീതിയിൽ ഒരു വക അവിടെ ചെയ്യുന്നില്ല. ഇന്നലെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 നേരമാണ് ഇവർക്ക് ഫുഡ് കിട്ടിയത്. വെറും 2 നേരം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തപ്പോ തന്നെ എനിക്ക് തോന്നുന്നു 10-12 മണിയായി. പിന്നീടുള്ള ഉച്ചയൂണ് കൊടുത്തത് ഏതാണ്ട് 6 മണിക്ക് ശേഷമാണ്. പിന്നെ അവിടെ ഫുഡ് വെച്ചില്ല. അപ്പോ ഇത് യവന്മാർ അവിടെ ഫുഡ് ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, ഫുഡ് ഒരു ലോഡ് ഫുഡുണ്ട്. ഒരുപാട് പച്ചക്കറികളുണ്ട്. ഒരുപാട് 1, 2, 3 കറികൾ വെക്കാനുള്ള സാധനങ്ങൾ അവിടെ ഇരിക്കുകയാണ്. യവന്മാര് ചെയ്യില്ല. ഇന്നലെ രാത്രി എന്ത് ചെയ്തു? ഈ പറയുന്ന പാലുകെട്ട് എടുത്ത് യവന്മാര് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അത് അനുമോൾ വന്നപ്പോ പേടിച്ച് നെവിൻ പറഞ്ഞു, ഇനിയിപ്പോ ആദ്യം അവൾ കണ്ടായിട്ട് അവള് കുളിച്ചുകൊണ്ടിരിക്കുകയില്ല, അവള് വരത്തില്ല, അവളൊരു 3/4 മണിക്കൂർ കഴിഞ്ഞ് വിടും, നമുക്ക് ഉണ്ടാക്കാമെന്ന് അക്ബർ പറയുന്നു. ആ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനുമോൾ കയറി വരുന്നു. അനുമോൾ കയറി വന്നപ്പോ കണ്ട് ആദ്യം നീ ആര് ഭയങ്കര മുടയിൽ നിന്നിട്ട് ഈ നെവിൻ തന്നെ പറഞ്ഞ, വേണ്ട, ഞാൻ തിരിച്ചുകൊണ്ട് ഇനി 2-3 ആഴ്ചയും കൂടിയേ ഉള്ളൂ, ചിലപ്പോ ഇതറിഞ്ഞ് എനിക്ക് എന്റെ വോട്ട് പോകണമെങ്കിൽ. അപ്പൊ അക്ബർ ഇത്ര നേരം അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, എന്നാലും വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ട് വെച്ചു. മനസ്സിലായ? പക്ഷെ ഇതിനിടയ്ക്ക് മെനിയാന്ന് ഇന്നലെ ഈ പറയുന്ന അനുമോളും നൂറും എടുത്ത് കുടിച്ചു പാല്. അവർക്കറിയാം യവമാര് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ യവമാര് മൊത്തം കുടിച്ചു തീർക്കും എന്നറിയാം. അതുകൊണ്ട് അവര് കുടിച്ചു. ഇന്ന് രാവിലെ സംഭവിച്ചെന്ന് അറിയാമോ? ഇവർക്ക് ഇന്നലെ ആഹാരം കൊടുത്തില്ല. എല്ലാവരും വിശന്ന് ഊപ്പാടായി അവിടെ ഇരിപ്പുണ്ട്. ഷാനവാസിനൊക്കെ ഗുളിക കഴിക്കാനാണ്. അവർക്ക് ആഹാരം കൊടുത്തില്ല. അതുകൊണ്ട് നേരെ രാവിലെ വന്ന് നൂറ് എന്ത് ചെയ്തു? പാലെടുത്ത് കുടിച്ചു. പിന്നെ അവർക്ക് വിശപ്പടക്കണ്ടേ? അതാണ് സംഭവം. അപ്പൊ യവമാര് ഒരു വക ഒരു വക ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, അതായത് ഇന്നലെയൊക്കെ ആണെങ്കിൽ ഒരു മോർണിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സംഭവം രാവിലത്തെ സോങ് കഴിഞ്ഞതിന് ശേഷം യവന്മാർ അവിടെ വന്ന് കിടക്കുക. യവന്മാർ ഉണ്ടാക്കാനുള്ള ഒരു ഇന്റൻഷനും യവന്മാർക്കില്ല. യവന്മാർ 3 കൂടി അക്ബർ പിന്നെ അറിയാലോ, ആ ബീം ബാഗിന് ചപ്പി തളിങ്ങി തീർന്ന്, അതിന്റെ കുഷനൊക്കെ തീർന്നു. ആ രീതിയിലാണ് വന്ന് ചക്ക വെട്ടിയോലെ വന്ന് കിടക്കും. ഇത് തന്നെയാണ് പരിപാടി. ഒരു പണിയും ചെയ്തില്ല. ആ സമയത്താണ് ഷാനവാസ് നിധി സാധനം എടുത്ത് ഇട്ട് കൊടുത്തു. ഷാനവാസ് എടുത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊല വിളിച്ചു എന്ന് പറയാം. ഇവൻ പറഞ്ഞു, നമ്മൾ ഉണ്ടാക്കില്ല, നമുക്ക് തോന്നുമ്പോ നമ്മൾ ഉണ്ടാക്കി തന്നെ നിങ്ങൾ വന്ന് നക്കിയാ മതി എന്ന് നെവിൻ പറയുമ്പോ, നീ നീ നിന്റെ നാവ് കൊണ്ട് പറയണം, ഇത് പ്രേക്ഷകർ കേൾക്കണം, അത്രയും നമുക്ക് അറിഞ്ഞാൽ മതി എന്നുകൊണ്ട് അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് നെവിൻ, ഞാൻ പറഞ്ഞ പോലെ ഇനിയിപ്പോ എന്ത് ചെയ്യും? നെവിൻ അവിടെ കിടന്ന് ഉരുളുന്നുണ്ട്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ വയ്ക്കാൻ കണ്ടോളൂ. കുറച്ച് എനർജി വേണം. അത് തന്നത് ഇപ്പൊ കഴിച്ചിട്ടുണ്ടല്ലോ, ആ എനർജി എങ്ങനെ ഇതേപോലെ ചിലക്കാണ്ട് അങ്ങോട്ട് മാറി.
അതേപോലെ മരുന്ന് കഴിച്ചാണ് കിടക്കുന്നത്, ഗ്യാസ് കയറിയിട്ട് ഫുഡ് കൊടുക്കാത്തുണ്ട്. പാലെടുത്ത് കുടിച്ചോന്നും നിങ്ങൾ പറയുന്നില്ലേ? പാലെടുത്ത് കുടിച്ചോട്ട് നിൽക്കുന്നത് അവിടെ പേരൊക്കെ ഉണ്ട്, ചോദിച്ചു ഞാൻ കൊടുക്കത്തില്ലേ? ചെറിയ ഭാഗം വെച്ചെന്നേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഷാനവാസവനെ പൊട ചെറ്റ എന്ന് വിളിക്കുന്നുണ്ട്. നീ പൊട ചെറ്റ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നെ ചെറ്റ എന്ന് വിളിച്ചില്ല. അപ്പൊ പിന്നെ ഷാനവാസൻ ചെറ്റത്തരം കാണിക്കുന്നവരെ ചെറ്റ എന്ന് തന്നെ വിളിക്കുമെന്ന് പറയുന്നു. പക്ഷെ ഈ വഴക്കൊക്കെ നടക്കുമ്പോൾ അക്ബർ അവിടെ ബീൻ ബാഗിൽ ഇങ്ങനെ കിടപ്പുണ്ട്, വയറും തള്ളി ഒരു ഖമാന്നൊരു അക്ഷരം വിട്ടുന്നില്ല. കാരണം യുവമാർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് പറ്റിപ്പോയത്. കാരണം ഇപ്പൊ മറ്റുള്ളവരെല്ലാം സുഖിച്ചിരിക്കുന്നു, യുവമാര് കിച്ചണിനകത്ത് നെരിച്ച പണിയാണ്. വേറെ ഒരു നിവൃത്തി, അതായത് അഹങ്കാരം കൊണ്ട് ആർത്തി മൂത്താണ് ഈ ഒരു ജോലി തെരഞ്ഞെടുത്തത്. മണ്ടന്മാരാണ് അവന്മാര്, യുവമാര് മണ്ടന്മാരാണ്. ഈ സാധനം മറ്റാർക്കെങ്കിലും കൊടുത്തിരുന്നു എങ്കിൽ യുവമാര് ക്യാപ്റ്റൻസിയുടെ പവറിൽ അവിടുത്തെ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ മതി. ഇത് വാരി തിന്നാന്ന് കരുതി, ഉണ്ടാക്കി വെക്കുന്നത് മോഷ്ടിച്ച് കഴിക്കാന്ന് കരുതി. പക്ഷേ ഉണ്ടാക്കുന്നത് തന്നെ യുവമാരാണ്, അത് മറന്നുപോയി. നമ്മൾ ഉണ്ടാക്കിയാലേ വാരി കഴിക്കാൻ പറ്റുള്ളൂ എന്നൊരു സ്ഥിതി വന്നു. അവിടെ ഇനി കഴിക്കാനുള്ളതിന് പാലുണ്ട്, ടൊമാറ്റോ ഉണ്ട്, വേറെയൊക്കെ ഉണ്ടാക്കിയാലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോ അവിടെയാണ് പെട്ടത്. പിന്നെ നെവിൻ എന്ന് പറഞ്ഞാൽ നെവിനാണ് അവിടുത്തെ, ഞാനാണ് കിച്ചൺ ക്യാപ്റ്റൻ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നിട്ട് തലയിട്ടത് ഇങ്ങനെ ഗോപി ആട്ടും പോലെ ആട്ടി നടക്കുന്നുണ്ട്. പക്ഷെ നെവിൻ അവിടെ ഒരുവിധം ജോലി തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നെവിൻ ഒരുവിധം ജോലി ചെയ്തു എന്ന് പറയാം. അക്ബർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്യാനാണ്, ഈ പറയുന്ന ആര്യൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്യാനാണ്, ഇത്രയും തന്നെയാണ്. മനസ്സിലായോ? പക്ഷെ നെവിനാണല്ലോ എന്താണ് പിന്നെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് നെവിനാണ്. അതുകൊണ്ട് പിന്നീട് അവൻ പറയുന്നത് പോലെയൊക്കെ അവിടെ നടക്കത്തുള്ളൂ. നമ്മൾ നമുക്ക് തോന്നുമ്പോ വെക്കും, അപ്പൊ നിങ്ങളൊന്ന് നക്കിയിട്ട് വെക്കണം. നമ്മൾ ചിലപ്പോൾ ഒരു കറിയെ വെക്കുള്ളൂ, നമ്മൾ ചിലപ്പോൾ 12 മണി, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഇത് തന്നെയാണ് ഷാനവാസ് ഇത് തന്നെ നീ പറയാനുള്ളത് പറ, ഇത് തന്നെയാണ് പ്രേക്ഷകർക്ക് കേൾക്കാൻ. അതായത് ഇവര് ക്യാപ്റ്റൻസിയിലായ ശേഷം ഇവരുടെ സ്വഭാവം എന്താണ്, യഥാർത്ഥത്തിൽ ഇവർ ആരാണ് എന്ന് കറക്റ്റായിട്ട് കൃത്യമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ്. ഒരു കണക്ക് നോക്കിയാൽ ബിഗ് ബോസ് കൊടുത്ത ഒരു 8ന്റെ പണിയായിട്ട് നമുക്ക് തോന്നും. മനസ്സിലായില്ലേ? 8ന്റെ പണിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം അവരുടെ സ്വഭാവം ഒന്ന് പുറത്തു വന്നു. എന്താണ് അവരുടെ സ്വഭാവം? തിന്നുക, കിടക്കുക, കുറ്റം പറയുക, ആൾക്കാരെ കളിയാക്കുക, ഇത്രയും തന്നെയാണ്. അതിന്റെ കൂടെ മറ്റവന് മോഷണവും കൂടിയുണ്ട്. തിന്ന് പെരുത്ത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ ഒരു കണ്ടസ്റ്റൻസും ഇതുപോലെ തടി വെച്ചിട്ടില്ല. ഓരോ സീസണിലും ഒരു ഭാഷയിലും. ഈ ഒരു സീസണിലാണ് മറ്റുള്ളവരെ കഴിക്കാനുള്ള ആഹാരങ്ങൾ കട്ടുമുടിച്ച് അത് വലിയൊരു കണ്ടന്റ് ആക്കി പറഞ്ഞ് അത് തന്റെ സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ലാലേട്ടന്റെ ഫ്രണ്ടിൽ വരെ ലാലേട്ടനെ വരെ എന്ത് ചെയ്യുന്നു, അവിടെ കിടന്ന് മയങ്ങി ഇങ്ങനെ തലയിട്ട് 2 കുലുക്കു, ലാലേട്ടൻ വരെ കമാന്നൊരു അക്ഷരം മിണ്ടൂല. അവൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ മോഷ്ടിച്ചു, ഞാൻ തിന്നു, അതെന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ തീർന്നു. അവിടെ ആർക്കും ഈ പറയുന്ന അക്ബർ മറ്റാരെങ്കിലും ആണെങ്കിൽ അവരെ പുറത്ത് കയറിയിരുന്ന് അവരെ ഇനി പറയാനൊരു അനാവശ്യം കാണത്തില്ല. അവനൊരു 100 കോമഡി പാട്ടുകൾ ഉണ്ടാക്കി തന്നെ ഇവന്റെ കയ്യിൽ ഒന്നുമില്ല. കാരണം പങ്ക് അവനും കൂടി കൊടുക്കും. അങ്ങനെ തിന്നു പെരുത്ത് പീപ്പന്നി പോലെയാണ് അവൻ കിടക്കുന്നത്. പക്ഷെ ഇപ്പോ എന്ത് സംഭവിച്ചു? ഈ 3 പേരും ക്യാപ്റ്റൻസിയിലേക്ക് വന്നപ്പോ ഇവിടെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് കിടക്കുന്നുണ്ട്. മറ്റവർക്ക് ഈസിയാണ്. മറ്റവർക്ക് എപ്പോഴും കുറച്ച് പണി ചെയ്യുക, ടിക്കറ്റ് ഫിനാലിലേക്ക് പ്രിപ്പയർ ചെയ്യുക. ഇവർക്കത് പറ്റില്ല. ഇവർ മൊത്തം കിടന്നുകൊണ്ട് ഈ പണി തന്നെ. പക്ഷെ 9 വരെ ഉള്ളൂ. ആ കൂടി 9 ഇവരൊന്ന് മനസ്സ് വെച്ചിരുന്നു എങ്കിൽ ആ 9 പേർക്ക് സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അത് മനസ്സ് വെക്കണമെങ്കിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം, ചെയ്ത് പരിചയമുള്ളവനായിരിക്കണം. ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന അന്ന് മുതൽ ഉഴപ്പി കട്ടും തിന്ന് മുടിച്ചുകൊണ്ട് നടക്കണം. ഇവന്മാർക്ക് ജോലി ചെയ്യാൻ അറിയില്ല. വലിയ കാര്യത്തിൽ നമ്മൾ കിച്ചന്റെ ക്യാപ്റ്റന്മാരായിക്കോണം, നമ്മൾ കിച്ചൺ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോ സാധനം ഉണ്ടാക്കിയാലേ തിന്നാൻ കിട്ടുകൊള്ളൂ എന്നും അവർക്ക് മറന്നുപോയി. മറ്റുള്ളവരുടെ വണ്ടിയിൽ കുതിര കയറാം, കിച്ചൺ അങ്ങ് ഭരിക്കാം, പച്ചക്കറിയൊന്നും വെറുതെ എടുത്ത് തിന്നാൻ പറ്റത്തില്ല. നെവിനി അക്ബറെ അത് ഉണ്ടാക്കിയാലേ തിന്നാൻ പറ്റുള്ളൂ. ഇവിടെ നോൺ വെജോ കാര്യങ്ങളോ അന്ന് അടിച്ചു മാറ്റാനായിട്ട് വേറെ ഒന്നും ഇല്ലതാണ്. അപ്പൊ എന്തായാലും 8ന്റെ പണിയാണ് നമ്മുടെ 3 ടോക്സിക് കൂട്ടുകാരന്മാർക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ചെയ്യും.